വേനൽ ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ശരീരം തണുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചില ടിപ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് സൂര്യതാപവും സൂര്യാഘാതവും അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഡീഹൈഡ്രേഷനും ഒക്കെ മിക്കവർക്കും തന്നെ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് അമിതമായിട്ട് ചൂട് കൂടിയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മാക്സിമം പുറത്തു പോകുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മെയിനായിട്ടും 11 മണി മുതൽ 3 മണി വരെ നമ്മുടെ ചൂട് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു സമയങ്ങളിൽ നമ്മൾ പുറത്തു പോകുന്നത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഇൻ കേസ് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ ചില മുൻകരുതലുകൾ നമ്മൾ നോക്കേണ്ടതാണ്. ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മളൊരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ തന്നെ 3 മണിക്കൂർ ഇടവേളകളിൽ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ റീഅപ്ലൈ കൂടി ചെയ്യേണ്ടതാണ്. പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ഷോളോ അല്ലെങ്കിൽ ഒരു കുടയോ നമ്മൾ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ സൺഗ്ലാസും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം നമ്മുടെ ഒപ്പം കരുതേണ്ടതാണ്. പോകുന്ന സമയങ്ങളിൽ നമ്മൾ അരമണിക്കൂർ കൂടുതൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നമുക്ക് ഏൽക്കാതെ നമ്മൾ നോക്കേണ്ടതാണ്. അമിതമായിട്ട് ചൂട് കൂടിയിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇടവേളകളിൽ വെള്ളം കുടിക്കുകയും ചില സമയങ്ങളിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ക്ഷീണമോ തളർച്ചയോ തലകറക്കമോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തണലത്ത് പോയി റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കോള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിന്നും നമ്മുടെ ശരീരത്തിലെ ക്ഷീണവും തളർച്ചയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരാളുടെ സഹായം നമ്മൾ തേടേണ്ടതാണ്. പുറത്തു പോകുമ്പോൾ തന്നെ നമ്മൾ ഇളം നിറത്തിലുള്ളതും വളരെ അയഞ്ഞതുമായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേനൽക്കാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അധികം പുളിയുള്ളതും എരിവുള്ളതും അതുപോലെ തന്നെ കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ജങ്ക് ഫുഡിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. വേനൽക്കാലത്ത് നമുക്ക് കുറച്ച് അധികം നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണ്. 3-3.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടതാണ്. ഇൻ കേസ് ചൂട് കൂടുകയാണെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യകത വരും. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. നമ്മൾ ദാഹം തോന്നുന്ന സമയത്ത് ചിലർ കൊക്കക്കോളയോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളോ സോഡയോ അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട്. ചില ജ്യൂസസ് ഒക്കെ കുടിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ദാഹം കൂട്ടുകയും നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ പിന്നെയും കൂട്ടുവാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുവാൻ എപ്പോഴും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേനൽ ചൂടിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചായയുടെയും കാപ്പിയുടെയും ചില സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെയും ഉപയോഗം നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ ധാരാളമായിട്ട് കഫീൻ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുകയും നമ്മുടെ ശരീരത്തിൽ പിന്നെയും ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടാനും ഇത് കാരണമാകുന്നുണ്ട്. വേനൽക്കാലത്ത് ആൽക്കഹോളിന്റെ ഉപയോഗം മദ്യത്തിന്റെ ഉപയോഗം മാക്സിമം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ലിവർ ഇതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ജലാംശം വലിച്ചൊടുക്കുകയും നമുക്ക് ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടാനും ഇതൊരു കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ ഉപയോഗം നമ്മൾ മിതമാക്കുകയും മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അമിതമായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് നമ്മുടെ ശരീരം കൂളാക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ധാരാളമായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കേണ്ടതാണ്. ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് വാട്ടർമെലോൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ. അത് ധാരാളമായിട്ട് കഴിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്യൂസ് ആക്കുന്നതിലും വളരെയധികം നല്ലത് നമ്മൾ കട്ട് പീസ് ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചവച്ചരച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. മറ്റു ഓറഞ്ചും മറ്റു ഫ്രൂട്ട്സുകളും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. പേരയ്ക്ക കഴിക്കാവുന്നതാണ്, അവോക്കാഡോ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് വേനൽ ചൂടിൽ. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ എല്ലാത്തരം വെജിറ്റബിൾസും നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇലക്കറികളും മറ്റു എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഈ സമയത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ നമുക്ക് ഇടവേളകളിൽ നമുക്ക് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും സാലഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരം കൂളാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പുതിനയില ആഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ കൂളാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്.
മറ്റു കറികളിലും വേണമെങ്കിൽ നമുക്ക് പുതിനയിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെയിൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇന്ന് നമ്മളൊരു 3-3.5 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് ഒരു ദിവസം നമുക്ക് കുടിക്കാവുന്നതാണ്. മറ്റ് ഡ്രിങ്ക്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കരിക്കിന്റെ വെള്ളം കുടിക്കാവുന്നതാണ്. ഇതിൽ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോരിന്റെ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരം നമ്മളെ തണുപ്പിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നാരങ്ങ വെള്ളവും കുടിക്കാവുന്നതാണ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. സോ ഈ ഒരു ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.